കണ്ണൂർ മട്ടന്നൂരിൽ പുലി കെണിയിൽ കുടുങ്ങിയെന്നുള്ള വാർത്തയാണ് വരുന്നത്. മാലൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് പുലി കുടുങ്ങിയത്. കാട്ടുപന്നിയെ പിടികൂടാൻ വെച്ച കെണിയിൽ അകപ്പെട്ടെന്നാണ് സംശയം. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പുലി കുടുങ്ങിയെന്ന് അറിയുന്നു. നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക്, അതായത് വയനാട്ടിലുള്ള ഹോസ്പിറ്റൽ സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ബാക്കി പ്രൊസീജിയറൊക്കെ ഞാനിപ്പോൾ കണ്ണൂർ മട്ടന്നൂരിലാണുള്ളത്. മട്ടന്നൂർ മാലൂരിലാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിതിൻ രാജ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ആ പ്രതികരണം തേടിയ ശേഷം നമുക്ക് കൂടുതൽ ലൈവിലേക്ക് പോകാം. അതായിരുന്നു അവർ ഡോക്ടർ അറിഞ്ഞ ഉടനെ ഇന്ന് രാവിലെ 6 മണിക്ക് അറിഞ്ഞ ഉടനെ ഡോക്ടർ പുറപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ ഇപ്പോൾ അരമണിക്കൂറിന് ഇവിടെ എത്തിയ ഉടനെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് എത്രയും ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അതായത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ വയലൻ്റ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പോൾ അതിന് നമ്മൾ പോലീസിനെ SP അടക്കമുള്ള ആൾക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് ആൾക്കാരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. സാർ, എത്ര മണിക്ക് ഇൻഫർമേഷൻ? ഏകദേശം എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് രാവിലെ 5 മണിയോടുകൂടിയാണ്. ഈ ഒരു മേഖല പുലി ഇറങ്ങിയെന്ന് അങ്ങനത്തെ നേരത്തെ വിവരങ്ങളുണ്ടായിരുന്നു? ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മുടെ കണ്ണവം ഫോറസ്റ്റ് വരുന്നത് 5 കിലോമീറ്റർ ദൂരത്തിലാണ്. സാർ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വന്ന് ഇവിടെ ഈ പുലിയുടെ ആരോഗ്യ ഇതിന് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞു. അതായത് മയക്കോട് വെക്കാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെർമിഷൻ ലഭിച്ചുകൊണ്ട് തന്നെ പിന്നെ ഡോക്ടർ വന്നിട്ട് അതിനെ നോക്കി അതിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കിയിട്ടാണ് ഇതിനെ ഇമ്മൊബിലൈസ് ചെയ്യാൻ പറ്റുമോ. കാരണം ഇപ്പം നല്ല ഡേഞ്ചർ സിറ്റുവേഷനാണല്ലോ. വയറിലാണ് കുരുക്ക് വന്നിട്ടുള്ളതാണ് നമുക്ക് പ്രാഥമിക ഒരു കാഴ്ചയിൽ മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 70% ചാൻസാണ് ഇപ്പം ഉള്ളത്. പന്നിക്ക് വെച്ച കെണി തന്നെയാണ്. പന്നിക്കായിരിക്കണം. കൃത്യമാണ് കാര്യങ്ങൾ. നമ്മൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നമ്മോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ഇത് ജനവാസ മേഖലയാണ്. ഈ മേഖലയിലാണ് ഇത്തരത്തിൽ പുലി ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ ഈ പുലി കുടുങ്ങിയെന്നാണ് സംശയം നിലനിൽക്കുന്നത്. ഇവിടെ ഈ ഒരു മേഖലയിൽ ഇത്തരത്തിൽ ഈ ഒരു മേഖലയിൽ നമ്മുടെ ക്യാമറമാൻ ഇങ്ങോട്ട് തിരിയിട്ട് നാട്ടുകാരായ ആളുകൾ കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോടു കൂടി ചോദിക്കാം. ഇതൊരു ജനവാസ മേഖലയല്ലേ? സാധാരണ ഇതിന് പുലിയുടെ ശല്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ ജനവാസ മേഖലയാണ്. ഈ പ്രദേശത്ത് ഇതുവരെ പുലിയുടെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു 4-5 മാസം മുന്നിൽ തോലമ്പ്ര താറ്റ്യാട് പ്രദേശത്ത് ഇതുപോലെ ഒരു പുലിയെ കണ്ടതായിട്ട് പറയുന്നു. പട്ടിയെ പിടിച്ചിട്ടുണ്ട്. പുലി തന്നെയാണെന്ന് അന്നേ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കൂടെ വെച്ചപ്പോഴൊന്നും വനപാലകരൊക്കെ കൂടെ വെച്ചു. എന്നിട്ടൊന്നും പുലിനെ കിട്ടിയിട്ടില്ല. ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ വന്യജീവികൾ ഇറങ്ങുന്നത് വലിയൊരു പ്രയാസം ഉണ്ടാകുന്നുണ്ടോ? ജനവാസ മേഖലയിൽ ഇപ്പോൾ നാടും കാടും തിരിച്ചറിയാത്ത അവസ്ഥയിലാണ് ഇപ്പം വന്യജീവികൾക്കൊക്കെ. അപ്പോൾ നാടേത് എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിൽ എല്ലാ വന്യജീവികളും ഇപ്പോൾ നാട്ടിലേക്ക് വരിക. നാട്ടിൽ ഒരുപാട് കാട് പിടിച്ച പ്രദേശങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഒരു മേഖലയിലൊക്കെ ഈ ഫോറസ്റ്റിൻ്റെ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഒരു പ്രവർത്തനം കൂടുതൽ സജീവമാക്കണമെന്നൊരു ആവശ്യം കൂടിയുണ്ട്. സജീവമാക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ കണ്ണവൻ റേഞ്ചിൽ ഇവിടുന്ന് കണ്ണം ഫോറസ്റ്റിലേക്ക് ഒരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. 5 കിലോമീറ്റർ ദൂരത്താണ് കണ്ണം ഫോറസ്റ്റ് ഉള്ളത്. അതുപോലെ കൊട്ടിയൂർ റേഞ്ചിലേക്കും ഇത്ര ദൂരമേ ഉള്ളൂ. ഇപ്പോൾ കൊട്ടിയൂർ വനമേഖലയുടെ ചില പ്രദേശങ്ങൾ നമ്മുടെ തോലമ്പ്ര താറ്റ്യാട് പ്രദേശത്തുണ്ട്. പുലിയെ കൂടുതൽ കാട്ടുപന്നി ശല്യമൊക്കെ ഈ മേഖലയിലുണ്ട്. കാട്ടുപന്നി വന്യമൃഗ ശല്യം ധാരാളം ഉള്ള ഒരു പ്രദേശത്താണ്. എല്ലാ വന്യമൃഗങ്ങളും ഉണ്ട്. അതിൻ്റെയൊക്കെ ശല്യം ധാരാളം ഉള്ള പ്രദേശമാണ്. പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മോടിപ്പോൾ സംസാരിച്ചത്. പുലിയെ നമുക്ക് ദൃശ്യത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം വയറിനാണ് പുലിയുടെ കുടുക്ക് വീണിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിപ്പോൾ ഇത്രയും നേരം മരത്തിന് പുറത്തായിരുന്നു. ഇപ്പോൾ അതാണ് ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാം. നല്ല ആരോഗ്യവാനായ ഒരു പുലി തന്നെയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അത് മരത്തിന് താഴെ ഒരു ചെറിയ ചാല് പോലൊരു സ്ഥലമുണ്ട്. അതിനകത്താണ് പുലി ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരമൊരു പുലി കുടുങ്ങിയെന്നൊരു വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ലഭിക്കുന്നത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തുകയും സാധാരണഗതിയിൽ പിടിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് പിടികൂടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കാനുള്ള വിദഗ്ധരടക്കമുള്ള സംഘം ഇവിടെ എത്തുകയും ചെയ്യും. കൃഷ്ണരാജ്. ശരി, കണ്ണൂരിൽ നിന്ന് മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.